ചിറയൻകീഴ് എം.എൽ.എ. രമ്യ ഹരിദാസ് താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തി. President, good morning. Good morning. ആശുപത്രിയുടെ മുൻവശത്തെ മതിൽ നിർമ്മാണം, പുതിയ ബ്ലോക്കിലേക്ക് ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുക, ഡയാലിസിസ് സെന്റർ എന്നിവയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നതായി എം.എൽ.എ. പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന, സാധാരണക്കാരൻ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി സംവിധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ ആ പരാതികളിൽ ഓരോന്നായിട്ട് പൂർത്തീകരിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തൊക്കെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ചേർന്ന് നിന്നു. അപ്പം ഏറ്റവും വലിയൊരു പ്രയാസം ജനങ്ങൾ സൂചിപ്പിച്ചത്, ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ തെരുവ് നായ്ക്കളുടെ ഒരു വലിയ ശല്യം, കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരാൻ വലിയ ഭീതി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പൗണ്ട് വാൾ ഇല്ലാത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ നിന്ന് പോയിരുന്ന ആ വർക്കുകൾ, കോമ്പൗണ്ട് വാളിൻ്റെ പ്രവൃത്തി നമ്മൾ പുനരാരംഭിക്കുകയാണ്. അതേപോലെ തന്നെ വരും അടുത്ത ദിവസങ്ങളിൽ HMC കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ കെട്ടിടത്തിലേക്ക് നമുക്ക് മാറേണ്ടതുണ്ട് വളരെ പെട്ടെന്ന് തന്നെ. പ്രത്യേകിച്ച് മഴ തുടങ്ങിയ സമയമാണ്. അസുഖങ്ങൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ വരുന്ന സമയത്ത് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങളിൽ നിൽക്കുക എന്ന് പറയുന്നത് ജീവന് വലിയ ഭീഷണിയാണ്. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി മുരളീധരൻ സാറ് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം ഡിപ്പാർട്ട്മെന്റ് മുഖാന്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക. അതേപോലെ തന്നെ ഡയാലിസിസ് സെന്ററിന്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് അതൊന്ന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് അതിന്റെ സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതിന്റെ ഒരു തുടക്കമാണ് ഇന്ന്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങളുടെയൊക്കെ പരിപൂർണമായിരിക്കുന്ന പിന്തുണയും പ്രാർത്ഥനയൊക്കെ ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം ഉണ്ടാകണം. ഘട്ടം ഘട്ടമായി ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഈ ആശുപത്രി എന്താണോ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഉദ്യോഗസ്ഥരുടെ കുറവുകളുണ്ട്, ഡോക്ടേഴ്സിന്റെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്, ജനങ്ങൾ വേണ്ടത്ര പരിശോധനയ്ക്ക് എത്തുമ്പോൾ ശുചിത്വത്തിന്റെ കാര്യം ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്, കുടിവെള്ളത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. അപ്പം ഒരു നല്ല ജനകീയ സൗഹൃദമാക്കിയിട്ട് ഈ ഒരു താലൂക്ക് ഹോസ്പിറ്റലിനെ, ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയെ മാറ്റിയെടുക്കുക എന്നുള്ള ദൗത്യം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദീക്ഷലിന്റെ മരണമുണ്ടായ സാഹചര്യത്തിൽ പോലും ആശുപത്രിയിൽ എത്തി അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന ആ കൊച്ചിന് കൊടുക്കാത്തതിന്റെ പേരിലുണ്ടായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം പരിഹരിച്ച് ജനങ്ങൾക്ക് ആവശ്യമാകുന്ന എന്ത് സേവനമാണോ താലൂക്ക് ആശുപത്രി മുഖാന്തരം കൊടുക്കുക അത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം നമ്മൾ ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് മുൻപിലേക്ക് ജനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൂടി കൊടുക്കണം എന്നുള്ളത് പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണ്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ്, വൈസ് പ്രസിഡന്റ് അൻസർ പെരുങ്കുളം, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജയന്തി കൃഷ്ണ, ജൂഡ് ജോർജ്, മഞ്ജു പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തി, നിഷ, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അംഗം RK രാധാമണി, കോൺഗ്രസ് നേതാക്കളായ MJ ആനന്ദ്, KR അഭയൻ,
നൌഷാദ് മംഗലപുരം, പുതുക്കരി പ്രസന്നൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീജ തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ ചിറയിൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.